നമസ്തേ ബച്ചോ. വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ഹേ മേരെ വതൻ കെ ലോഗ് എന്ന ഒരു ദേശഭക്തി ഗാനം പഠിക്കാം. അപ്പോൾ ആ ദേശഭക്തി ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആ ദേശഭക്തി ഗാനം ആരാണ് എഴുതിയതെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് നോക്കിക്കേ. പേജ് നമ്പർ 31 എടുക്കുക. എല്ലാവരും എടുത്തോ. ആരാ ദേശഭക്തി ഗാനം എഴുതിയിരിക്കുന്നത്? കവി പ്രദീപ്. അപ്പോൾ കവി പ്രദീപിനെ പറ്റി നമുക്ക് പഠിക്കാം. കവി പ്രദീപ് ഭാരതീയ കവി ഏവം ഗീതകാർ थे. അപ്പോൾ കവി പ്രദീപ് ആരായിരുന്നു? ഒരു കവിയും പിന്നെ എന്തായിരുന്നു? ഒരു ഗാനരചയിതാവുമായിരുന്നു. अपना देशभक्ति गीत ए मेरे वतन के लोग के लिए आप प्रसिद्ध है. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള എ മേരെ വതൻ കെ ലോഗ് എന്ന ദേശഭക്തി ഗാനത്തിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. आपने 1962 के भारत चीन युद्ध के दौरान शहीद हुए सैनिकों की श्रद्धांजलि में यह गीत लिखा था. അപ്പോൾ എന്താ 1962 നമ്മുടെ ഭാരതവും ചൈന അല്ലേ, അവർ രണ്ടുപേർ ഭാരതവും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൽ മന്ദാര ജീവത്യാഗം അർപ്പിച്ച സൈനികർക്ക് വേണ്ടിയുള്ള ഒരു സൈനികർക്ക് വേണ്ടിയാണ് ഈ കവിത എഴുതിയത്? കവി പ്രദീപ് ഈ ഒരു ദേശഭക്തി ഗാനം എഴുതിയത്. ലതാ മങ്കേഷ്കർ ദ്വാരാ ഗായേ इस गीत का तत्कालीन प्रधानमंत्री जवाहरलाल नेहरू की उपस्थिति में 26 जनवरी 1963 को दिल्ली के रामलीला मैदान में सीधा प्रसारण किया गया. അപ്പോൾ ഈ കവിത പാടിയതാരാ? ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിനെ അറിഞ്ഞൂടെ എല്ലാവർക്കും? നമ്മുടെ ഹിന്ദി സിനിമാ ലോകത്തൊക്കെ ഒരു ഗായികയാണ്, പ്രശസ്തി ആർജിച്ച ഒരു ഗായികയാണ് ലതാ മങ്കേഷ്കർ. അപ്പോൾ ഈ ദേശഭക്തി ഗാനം പാടിയതാരാണ്? ലതാ മങ്കേഷ്കർ അല്ലേ. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ആരാ? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും ഉണ്ടായിരുന്ന ആ ഒരു വേദിയിലാണ് ലതാ മങ്കേഷ്കർ ഈ ഗാനം ആലപിച്ചത്. എന്നാ 1963 ജനുവരി 26 എവിടെ വച്ചാ? രാംലീല മൈതാൻ അല്ലേ. ഓക്കെ. ഗീത് സുൻകർ ജവഹർലാൽ നെഹ്റുക്ക് ആംഖേം ഫർ ആയി ഥി. ഈ ഒരു ദേശഭക്തി ഗാനം കേട്ടിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞു പോയി. ആപ്കാ ജന്മ മധ്യപ്രദേശ് കെ ഉജ്ജയിൻ മേ 6 ഫർവരി 1915 को हुआ था. അപ്പോൾ എന്നാ അദ്ദേഹം ജനിച്ചത്? കവി പ്രദീപ് ജനിച്ചത് 1915 ഫെബ്രുവരി 6 അല്ലേ. 5 दशक के अपने पेशे में कवि प्रदीप ने 71 फिल्मों के लिए 1700 गीत लिखे. 71 സിനിമയിലേക്ക് 1700ഓളം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. भारत सरकार ने उन्हें 1997 और 1998 में दादा साहब फाल्के पुरस्कार से सम्मानित किया. അപ്പോൾ 1997-98 വർഷത്തിൽ അദ്ദേഹത്തിന് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചു. आपकी मृत्यु 11 दिसंबर 1998 में हुई. അപ്പോൾ എന്നാ അദ്ദേഹം മരിച്ചത്? 1998 ഡിസംബർ 11 അല്ലേ. അപ്പോൾ കവി പ്രദീപിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഒന്നുകൂടി അത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാം. കവി പ്രദീപ് ഭാരതീയ കവി एवं गीतकार थे. अपना देशभक्ति गीत ए मेरे वतन के लोग के लिए आप प्रसिद्ध हैं. आपने 1962 के भारत चीन युद्ध के दौरान शहीद हुए सैनिकों की श्रद्धांजलि में यह गीत लिखा था. लता मंगेशकर द्वारा गाए इस गीत का तत्कालीन प्रधानमंत्री जवाहरलाल नेहरू की उपस्थिति में 26 जनवरी 1963 को दिल्ली के रामलीला मैदान में सीधा प्रसारण किया गया.
गीत सुनकर जवाहरलाल नेहरू की आंखें भर आई थी। आपका जन्म मध्य प्रदेश के उज्जैन में 6 फरवरी 1915 को हुआ था। 5 दशक के अपने पेशे में कवि प्रदीप ने 71 फिल्मों के लिए 1700 गीत लिखे। भारत सरकार ने उन्हें 1997-1998 में दादा साहब फाल्के पुरस्कार से सम्मानित किया। आपकी मृत्यु 11 दिसंबर 1998 में हुई. ഓക്കെ, നമുക്കിനി ആ ദേശഭക്തി ഗാനത്തിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 32 എടുക്കുക. എല്ലാവരും എടുത്തോ. അപ്പോൾ കവി പ്രദീപ് എഴുതിയ ഒരു നല്ല നമ്മുടെ ദേശത്തെ പറ്റിയുള്ള അല്ലേ, നമ്മുടെ ദേശത്തിൽ ആരെ പറ്റിയാ, നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളോട് ആരെ പറ്റിയാ പറയുന്നത്? ജവാന്മാരുടെ പ്രാധാന്യം അല്ലേ, അവർ നമുക്ക് ചെയ്തു തന്ന പ്രവർത്തികൾ, നമ്മുടെ ഭാരതത്തിനെ സംരക്ഷിക്കുന്ന ജവാന്മാരെ പറ്റി എഴുതിയതാണ് ഈ ദേശഭക്തി ഗാനം. ഓക്കെ, നമുക്ക് വായിക്കാം. ए मेरे वतन के लोगों तुम खूब लगा लो नारा. ए मेरे वतन के लोगों तुम खूब लगा लो नारा. അപ്പോൾ കവി ആരോടാ പറയുന്നത്? മേരെ വതൻ കെ ലോഗോ, എൻ്റെ ദേശത്തിലെ, അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളോടാണ് കവി പറയുന്നത്. എന്താ പറയുന്നത്? തും ഖൂബ് ലഗാ ലോ നാര. നിങ്ങൾ എന്ത് ചെയ്യുക? ധാരാളം മുദ്രാവാക്യം. നാര എന്താ? മുദ്രാവാക്യം അല്ലേ, മുദ്രാവാക്യങ്ങൾ മുഴക്കൂ അല്ലെ വിളിക്കൂ. ഏ മേരെ വതൻ കെ ലോഗോ തും ഖൂബ് ലഗാ ലോ നാര. എന്ത് ചെയ്യാനാ പറയുന്നേ? മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിക്കാനാണ് കവി പറയുന്നത്. ആരോടാ? ഭാരതത്തിലെ ജനങ്ങളോട്. യേ ശുഭ് ദിൻ ഹേ ഹം സബ്കാ. യേ ശുഭ് ദിൻ ഹേ ഹം സബ്കാ. എന്താ? ഇത് ആരുടെ ശുഭദിനമാണ്? ഹം സബ്കാ, നമ്മുടെ ശുഭദിനമാണ്. ലഹരാ ലോ തിരങ്ക പ്യാര. അപ്പോൾ എന്ത് ചെയ്യാനാ പറയുന്ന? തിരങ്ക എന്താ? ത്രിവർണ പതാകയെയാണ് തിരങ്ക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാനാ പറയുന്ന? ത്രിവർണ പതാക ഉയർത്താനാണ് ആര് പറയുന്നത്? കവി ഭാരതീയരോട്, ഭാരതത്തിലെ ജനങ്ങളോട് പറയുന്നത്. ലഹരാ ലോ തിരങ്ക പ്യാര. पर मत भूलो सीमा पर वीरों ने है प्राण गवाए. എന്താ ചെയ്യാൻ പറയുന്നത്? നമ്മളോട് എന്തുയർത്താനാ പറയുന്നത്? ത്രിവർണ പതാക ഉയർത്താൻ പറയുന്നു. അതിനോടൊപ്പം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു? മറക്കരുത്. ആരെയാ മറക്കരുതെന്ന് പറയുന്നത്? മത് ഫൂലോ, മറക്കരുത്. സീമ, സീമ അതിർത്തി. സീമ പർ വീരോം നെ ഹേ പ്രാൺ ഗവായേ. എന്താ? അപ്പോൾ അതിർത്തിയിൽ ആരാ? നമ്മുടെ വീരന്മാർ, നമ്മുടെ സൈനികർ പ്രാൺ ഗവായേ, ജീവൻ ത്യജിച്ചത്. അപ്പോൾ ആരെയും കൂടി അതിനോടൊപ്പം ഓർക്കാനാ പറയുന്നത്? നമ്മുടെ ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച വീരോം സൈനികരെ കൂടി ഓർക്കാനാണ് കവി പറയുന്നത്. കുച്ച് യാദ് ഉനേ ഭീ കർലോ. യാദ് ഓർമ്മ. ആരെയും കൂടി ഓർക്കാനാ പറയുന്നത്? നമ്മുടെ സൈനികരെ കൂടി ഓർക്കാനാണ് കവി പറയുന്നത്. ജോ ലൗട്ട് കെ ഘർ ന ആയേ. അവരെന്താ? ലൗട്ട് കെ ഘർ ന ആയേ. അവരെന്താ? വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടില്ല അല്ലേ? അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാത്ത, ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ആരെ ഓർക്കാനാ കവി പറയുന്നത്? സൈനികരെ കൂടി ഓർക്കാനാണ് കവി പറയുന്നത് അല്ലേ? അപ്പോൾ ശുഭദിനത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാരതത്തിനെ കാത്തു സൂക്ഷിച്ച സൈനികരെ മറക്കാൻ പാടില്ല അല്ലേ? ഏ മേരെ വതൻ കെ ലോഗോ സരാ ആँख में भर लो പാനി. എന്താ? എൻ്റെ ദേശത്തിൻ്റെ ജനങ്ങൾ അല്ലേ, ജനങ്ങളോട് പറയുക കവി. എൻ്റെ രാജ്യത്തിലെ ജനങ്ങളെ എന്ത് ചെയ്യാനാ? സരാ ആँख में भर लो പാനി.
ആങ്ക് കണ്ണല്ലേ, കണ്ണുകളിൽ എന്ത് നിറയ്ക്കാനാണ് പറയുന്നത്? പാനി. അവർക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കാനാണ് കവി പറയുന്നത്. ആരോടാ പറയുന്നത്? ഭാരതത്തിലെ ജനങ്ങളോട്. ജോ ഷഹീദ് ഹുവേ ഹെ ഉൻകി, എന്താ അവരെന്താ ഷഹീദ് ഹുവേ ഹെ, രക്തസാക്ഷികളാണല്ലേ. ജോ ഷഹീദ് ഹുവേ ഹെ ഉൻകി ജറാ യാദ് കരോ കുർബാനി, ഭാരതത്തിന് വേണ്ടി ജീവത്യാഗം അല്ലേ. കുർബാനി എന്താ? ത്യജിക്കുക അല്ലേ. ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കുക, അവരെ ഓർത്ത് കണ്ണുനീർ പൊഴിക്കുക അല്ലേ. ഒന്നുകൂടി വായിച്ചേ. മേരെ വതൻ കെ ലോഗോ ജറാ ആँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. जब घायल हुआ हिमालय, खतरे में पड़ी आज़ादी, जब तक थी सांस लड़े वो फिर अपनी लाश बिछा दी. ജബ് ഘായൽ ഹുവാ ഹിമാലയ്, അപ്പോൾ എപ്പോഴുള്ള ഒരവസ്ഥയാണ് പറയുന്നത്? നമ്മുടെ ഭാരതം ആക്രമിക്കപ്പെട്ടപ്പോൾ. ഹിമാലയ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഭാരതത്തിനെ തന്നെയാണല്ലേ. അപ്പോൾ ഭാരതം ആക്രമിക്കപ്പെട്ടപ്പോൾ ഖത്തറമേ പടി ആസാദി, എന്താ? നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വരെ അതെന്തായി? അപകടമായി അല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യം അപകടത്തിലായി, സ്വാതന്ത്ര്യത്തിന് തന്നെ ഭീഷണിയായി. ആ സമയം എന്താ ചെയ്തേ? ജബ് തക് थी सांस लड़े वो फिर अपनी लाश बिछा दी. സാസ് എന്താ? ശ്വാസം. അവർ ആരാ? സൈനികർ അവരുടെ അവസാന ശ്വാസം വരെ പോരാടി അല്ലേ. ലഡന എന്താ? പോരാടുക. അപ്പോൾ നമ്മുടെ ഭാരതം ആക്രമിക്കപ്പെട്ട സമയത്ത് ആരാ നമ്മുടെ ഭാരതത്തിനെ സംരക്ഷിച്ചത്? സൈനികർ. അവർ എന്താ ചെയ്തത്? അവരുടെ അവസാന ശ്വാസം വരെ അവർ ഭാരതത്തിന് വേണ്ടി പോരാടി. ഫിർ അപ്നി ലാഷ് ബിഛാദി, പിന്നെ എന്ത് ചെയ്തു? അവർ അവരുടെ ജീവൻ ത്യജിച്ചു അല്ലേ. ലാശ് എന്താ? മൃതദേഹം. അവരുടെ മരണം സംഭവിച്ചു. അവർ എന്ത് ചെയ്തു? ജീവത്യാഗം അല്ലേ. നമ്മുടെ ഭാരതത്തിന് വേണ്ടി അവർ എന്ത് ചെയ്തു? ജീവത്യാഗം ചെയ്തു. അടുത്ത എന്താ? സംഗീൻ പേ ധർക്കർ മാഥ. സംഗീൻ എന്താ? ബയണറ്റ് അല്ലേ. അപ്പോൾ മരിച്ചിട്ട് എന്താ? അവരുടെ നെറ്റിയിലേക്ക് ആ ബയണറ്റ് ചേർത്ത് വച്ചു. സോ ഗയേ അമർ ബലിദാനി, എന്താ? അവർ എന്താ? ഒരിക്കലും തിരിച്ചു വരില്ലല്ലേ. പക്ഷേ എന്താ? അമരന്മാർ അല്ലേ. അവരെന്താ? നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചു അല്ലേ. അപ്പോൾ സോ ഗയേ അമർ ബലിദാനി, അവർ നമ്മുടെ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു? എന്നേക്കുമായി ഉറക്കത്തിലേക്ക് പോയി. അതെന്താ? അവർ ജീവമൃത്യു ചെയ്തു അല്ലേ. അപ്പോൾ എന്താ? അവർ നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. ആരാണവർ? സൈനികർ അല്ലേ. അപ്പോൾ എന്താ? ജോ ഷഹീദ് ഹുവേ ഹേ ഉൻകി ജറാ യാദ് കരോ കുർബാനി. ആ വരി മുഴുവനായിട്ട് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ? ജോ ഷഹീദ് ഹുവേ ഹേ ഉൻകി ജറാ യാദ് കരോ കുർബാനി. മുകളിൽ കൊടുത്ത അതേ വരി തന്നെയാണ്. എന്താ? നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച സൈനികരെ കൂടി എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഓർക്കാനായിട്ട് കവി പറയുന്നു. ജബ് ദേശ് മേം ഥി ദീവാലി, നമ്മുടെ ദേശത്തിൽ എന്താ? ദീപാവലി നടന്ന് നമ്മൾ ആഘോഷിക്കുകയല്ലേ. നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും എല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലേ. ആ സമയത്ത് എന്താ? വായിച്ചേ. വോ ഖേൽ രഹേ ഥേ ഹോളി, അവരെന്താ? ഹോളി ആഘോഷിക്കുമായിരുന്നു. ഹോളി എന്നതുകൊണ്ട് എന്താ? നിറങ്ങൾ. പക്ഷേ ഇവിടെ എന്താ? യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മളിവിടെ നമ്മൾ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമ്മൾ ജീവിക്കുമ്പോൾ അതിർത്തിയിൽ ഓരോ നിമിഷവും ഓരോ ജവാന്മാർ നമ്മുടെ ഭാരതത്തിന് വേണ്ടി പോരാടുകയും ജീവൻ ത്യജിക്കുകയും ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അവരുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ നമ്മുടെ ഭാരതത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നത് അവരുടെ ധർമ്മമാണ് അല്ലേ. പക്ഷെ എന്താ? അവർ ഒരു മടിയും കൂടാതെ എന്താ? നമ്മുടെ ഭാരതത്തിനെ സംരക്ഷിക്കുകയാണ്. जब देश में थी दिवाली वो खेल रहे थे होली, जब हम बैठे थे घरों में वो खेल रहे थे गोली. जब हम बैठे थे घरों में, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക? വോ ഛേൽ രഹേ ഥേ ഗോലി, അവർക്ക് നേർക്ക് വരുന്ന സൈനികരുടെ നേർക്ക് വരുന്ന വെടിയുണ്ടകൾ അവരെന്ത് ചെയ്യുക? ഏറ്റുവാങ്ങുകയാണ് അല്ലേ. ഒരു മടിയും കൂടാതെ
ഭാരതത്തിന് വേണ്ടി തൻ്റെ നേർക്ക് വരുന്ന വെടിയുണ്ടകൾ ധൈര്യപൂർവ്വം അവരെന്ത് ചെയ്യുക, ഏറ്റുവാങ്ങുകയാണ്. ജബ് ഹം ബൈഠേ ദേ ഘരോ മേം വോ ഛേൽ രഹേ ഥേ ഗോലി. നമ്മൾ വീട്ടിലെന്താ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക, ഓരോ നിമിഷവും തൻ്റെ നേർക്ക് വരുന്ന വെടിയുണ്ടകൾ സന്തോഷത്തോടു കൂടി, ഗോലി എന്താ, വെടിയുണ്ടകൾ അല്ലേ, ഛേൽന എന്താ, സഹിക്കുക, സന്തോഷത്തോടു കൂടി അവരാ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുകയാണല്ലേ. थे धन्य जवान वो अपने, थी धन्य वो उनकी जवानी. അപ്പോൾ അവരെന്താണ്, അവർ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ അവർ ധന്യരാണ്. അതുപോലെ തന്നെ നമ്മളും അല്ലേ. ധന്യ വോ ഉൻകി ജവാനി, അവരുടെ ജീവിതം അല്ലേ, അവരുടെ ജീവിതം എന്താ, അവരുടെ ജീവനും യുവത്വവും, ജവാൻ യുവത്വം അല്ലേ, അവരുടെ ജീവനും യുവത്വവും നമ്മുടെ ഭാരതത്തിന് വേണ്ടി ത്യജിക്കുന്നതിൽ അവർ സന്തുഷ്ടരാണ്. അതായത് അവരുടെ ആ ഒരു പ്രവൃത്തിയിൽ നമ്മളും സന്തുഷ്ടരാണ് അല്ലേ. ജോ ഷഹീദ് ഹുവേ ഹേ ഉൻകി ജറാ യാദ് കരോ കുർബാനി. അപ്പോൾ അരിക്കൂടി ഓർക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികൾ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളെ കൂടി നമ്മൾ ഓർക്കണം. നമുക്ക് ആ വരി ഒന്നുകൂടി വായിക്കാം, ആ പാരഗ്രാഫ്. ജബ് ദേശ് മേ थी दिवाली वो खेल रहे थे होली, जब हम बैठे थे घरों में वो छेल रहे थे गोली, थे धन्य जवान वो अपने, थी धन्य वो उनकी जवानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. അർത്ഥം എന്താ പറയുന്നേ, कोई सिख कोई जाट मराठा कोई गुरखा कोई मद्रासी, सरहद पर मरने वाला हर वीर था भारतवासी, जो खून गिरा पर्वत पर जो खून था हिंदुस्तानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. कोई सिख कोई जाट मराठा कोई गुरखा कोई मद्रासी, सरहद पर मरने वाला हर वीर था ഭാരത്വാസി. അപ്പോൾ എന്താ പറയുന്നത്, ഈ സൈനികരിൽ തന്നെ എന്താ, ഒരേ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടല്ലേ. എന്താ സിഖ് എന്താ പഞ്ചാബ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാ അല്ലേ. അപ്പോൾ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സൈനികരുണ്ടെങ്കിലും അവരെല്ലാവരും എന്താ, സർഹദ് പർ മർനെ വാല, എന്താ സർഹദ് എന്താ, സീമ, അതിർത്തി അല്ലേ, അതിർത്തിയിൽ മരിച്ചു വീഴുന്നവർ. ഹർ വീർ ഥാ ഭാരത്വാസി, ഓരോ വീരന്മാരും എന്താ ഭാരത്വാസിയാണ്. ഏതാ, നമ്മുടെ ഭാരതത്തിലെയാണല്ലേ, ഭാരതത്തിലേതാണ്. അല്ലാതെ ഓരോ സംസ്ഥാനത്തിൻ്റെയും പേരിലാണോ പറയുന്നത്, അല്ല. മരിച്ച ഓരോ സൈനികരും എന്താ ഇന്ത്യക്കാരനാണ് എന്നാണ് കവി പറയുന്നത്. വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും നമ്മുടെ ദേശത്തിന് വേണ്ടി പോരാടി ജീവൻ ത്യജിച്ച അവരാരാണ്, ഭാരതീയനാണ്, ഒരു ഇന്ത്യക്കാരനാണ് അല്ലേ. ജോ ഖൂൻ ഗിരാ പർവത് പർ വോ ഖൂൻ താ ഹിന്ദുസ്ഥാനി. എന്താ, ജോ ഖൂൻ ഗിരാ പർവത് പർ അല്ലേ, പർവ്വതങ്ങളിൽ വീഴുന്ന എന്താ, ഖൂൻ രക്തം അല്ലേ, എന്താ യുദ്ധത്തിൽ രക്തം വീഴ്ത്തുന്ന ഓരോ പട്ടാളക്കാരനും ഓരോ സൈനികനും, ഓ ഖൂൻ ഥാ ഹിന്ദുസ്ഥാനി, അത് ഒരാളുടെ, ഒരു സൈനികൻ്റെ രക്തമല്ല, മറിച്ച് പൂരേ ഭാരത്, നമ്മുടെ മുഴുവനായി നമ്മുടെ ഭാരതത്തിലെ ഓരോ ജനങ്ങളുടെ രക്തമാണ് അവിടെ വീഴ്ത്തുന്നത് അല്ലേ. അപ്പോൾ ഒരാളുടെ അല്ല, ഒരു സൈനികൻ്റെ രക്തമല്ല, മറിച്ച് അതെന്താ, നമ്മുടെ ഭാരതത്തിലെ ഓരോ ജനങ്ങളുടെയും രക്തമാണ്. ജോ ഷഹീദ് ഹുവേ ഹേ ഉൻകി ജറാ യാദ് കരോ കുർബാനി. അപ്പോൾ എന്താ, രക്തസാക്ഷികളായ അവരുടെ ജീവത്യാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. അടുത്തതെന്താ, थी खून से लथपथ काया फिर भी बंदूक उठा के 10-10 को एक ने मारा, फिर गिर गए होश गवा के जब अंत समय आया तो. ഒന്നുകൂടി വായിക്കാം.
थी खून से लथपथ काया, फिर भी बंदूक उठा के 10-10 को एक ने मारा, फिर गिर गए होश गवा के जब अंत समय आया तो. എന്താ പറയുന്നത്? थी खून से लथपथ काया, फिर भी बंदूक उठा के 10-10 को एक ने मारा. थी खून से ലത്പത് കായ. എന്താ അവരുടെ ശരീരം, കായ എന്താ ശരീരം, ശരീരത്തിൽ നിന്ന് എന്താ ഖൂൻ അല്ലേ, രക്തം ഒലിച്ചിറങ്ങുകയാണ്. അപ്പോൾ അവരുടെ ശരീരം മുഴുവൻ മുറിവുകളൊക്കെ ഉണ്ടായി രക്തം ഒലിച്ചിറങ്ങിയിട്ടും ഫിർഫി ബന്ദൂഖ് ഉഠാക്കെ 10-10 കോ ഏക് നെ മാര, ശരീരത്തിൽ ഇത്രയും മുറിവും വേദനയും രക്തം ഒലിച്ചിറങ്ങിയിട്ടും അവരെന്താ, ബന്ദൂക്ക് എന്താ, തോക്കല്ലേ, തോക്കുയർത്തി 10-10 കോ ഏക് നെ മാര, 10 പേരെ ഒരാൾ, അതിൽ ഒരു സൈനികൻ തന്നെ എന്താ 10 പേരെങ്കിലും ആ അന്ത്യസമയം, അതായത് മരിക്കുന്ന ആ ഒരു സമയം വരെയും അവർ മുറിവുകളോട് വേദനകളെല്ലാം സഹിച്ച് എന്താ 10 പേരെയെങ്കിലും കൊല്ലുകയാണല്ലേ നമ്മുടെ ഭാരതത്തിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ. फिर गिर गए होश गवा के जब अंत समय आया तो कह गए कि अब मरते हैं. ഫിർ ഗിർ ഗയെ ഹോഷ് ഗവാക്കെ, എന്താ, അവരെ കൊന്നതിന് ശേഷം, അതായത് അവരുടെ കർത്തവ്യം അവർ പൂർത്തിയാക്കിയതിന് ശേഷം, ഫിർ ഗിർ ഗയെ ഹോഷ് ഗവാക്കെ, ഹോഷ് എന്താ, ബോധം അല്ലേ, ഗിർന എന്താ, വീഴുക. അപ്പോൾ എന്താ, അവർ ബോധം കെട്ട് വീഴും അല്ലേ, ഇത്രയും മുറിവുകളൊക്കെ ഏറ്റുവാങ്ങിയതല്ലേ. അന്ത്യസമയായാത്തോ, അപ്പോൾ എന്താ, അവർ മരിക്കുന്ന ആ ഒരു സമയം, അവർക്ക് തന്നെ അങ്ങനെ ഒരു താൻ മരിച്ചു പോകും എന്നൊരു ആ ഒരു സന്ദർഭത്തിൽ പോലും കഹുകയേക്ക് മർത്തേഹം, അപ്പം എന്താ അവർ പറയുക, ഇനി എന്താ മരിക്കാനുള്ള ആ ഒരു സമയം അടുത്തു എന്ന് തന്നെ അവർ പറയുകയാണ്. ആ ഒരു സമയത്തും അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താ, ഖുശ് രഹ്ന ദേശ് കെ പ്യാരോ, അബ് ഹം തോ സഫർ കർത്തേ ഹൈ, क्या लोग थे वो दीवाने, क्या लोग थे वो अभिमानी, जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी. എന്താ, ഖുശ് രഹ്ന ദേശ് കെ പ്യാരോ, അബ് ഹം തോ സഫർ കർത്തേ ഹൈ, ആ മരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പോലും അവർ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? ദേശത്തിന് വേണ്ടി, ഭാരതീയർക്ക് വേണ്ടി, ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഖുശ് രഹ്ന ദേശ് കെ പ്യാരോ, മറ്റുള്ളവരോട് പറയുന്നത് എന്താണ്? ഭാരതീയരെ, ജനങ്ങളെ എന്ത് ചെയ്യുക, സന്തോഷത്തോടു കൂടി സംരക്ഷിക്കുക അല്ലേ. എന്താ, അവർക്ക് അവരുടെ ആ ഒരു സന്തോഷം നിലനിർത്തുക. ഖുശ് രഹ്ന, സന്തോഷം നിലനിർത്തുക. ദേശ് കെ പ്യാരോ, നമ്മുടെ ഭാരതീയരുടെ സന്തോഷം എന്നെന്നും നിലനിർത്തുക, അവരെ സംരക്ഷിക്കുക. അബ് ഹം തോ സഫർ കർത്തേ, ഞങ്ങൾ പോയാലും, മരിക്കാനായിട്ട് പോകുന്ന ആൾ അപ്പോഴും എന്ത് ചെയ്യുക, ഭാരതത്തിന് വേണ്ടിയാണല്ലേ സംസാരിക്കുന്നത്. സഫർ കർണ എന്താ, യാത്ര. ഇവിടെ എന്താ, എങ്ങോട്ടുള്ള യാത്രയാണ് അവർ പോകുന്നത്? മരണത്തിലേക്കുള്ള യാത്രയാണല്ലേ. അപ്പോൾ എന്താ, തൻ്റെ അന്ത്യ നിമിഷത്തിൽ പോലും ഭാരതത്തിന് വേണ്ടിയാണ് ഓരോ പട്ടാളക്കാരനും, ഓരോ എന്താ പട്ടാളക്കാരനും ദേശത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. ദേശത്തിനെ എന്ത് ചെയ്യുക, ദേശത്തിലെ ഓരോ ജനങ്ങളെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോവുക. ക്യാ ലോക് തേ വോ ദീവാനെ, ക്യാ ലോക് തേ വോ അഭിമാനി. അവർ എന്താണ്, അവരുടെ ദേശപ്രേമം അല്ലേ, എന്തൊരു, അവരുടെ ആ ഒരു വാക്കുകളിലൂടെ കവി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ദേശത്തോടുള്ള ഇഷ്ടം അല്ലേ, അവർക്ക് ദേശത്തോടുള്ള ആദരവ്. അപ്പോൾ എന്താ, ആ വരികളിൽ നിന്ന് കവി എന്ത് ചെയ്യുക, തൻ്റെ ദേശത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച സൈനികർക്ക് വേണ്ടി അവരുടെ ആ ഒരു ജീവത്യാഗത്തിനെ കവി ഉയർത്തിക്കാട്ടുകയാണ്. ക്യാ ലോക് തേ വോ ദീവാനെ, അവരെന്താ, അവരുടെ ആ ദേശത്തോടുള്ള ഇഷ്ടം എത്രയാണ് അല്ലേ, നമുക്ക് വാക്കുകളിലൂടെ പോലും പറയാൻ കഴിയാത്തതാണ്. അവരുടെ പ്രവൃത്തി, അവർ സ്വന്തം ജീവൻ പോലും രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചു. जो शहीद हुए हैं उनकी ज़रा याद करो കുർബാനി, ജീവത്യാഗം, രക്തസാക്ഷികളായ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച സൈനികരെ നമ്മളെന്നും ഓർക്കുക. ജയ് ഹിന്ദ് കി സേന, നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം ഭാരതം ജയിക്കട്ടെ അല്ലേ, സൈനികരും.
അപ്പോൾ എന്താ ഇവിടെ കവി എന്താ വളരെ മനോഹരമായ ഒരു ദേശഭക്തി ഗാനം നമുക്ക് മുന്നിലെത്തിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ സൈനികരെ പറ്റി. സൈനികർ അവർ അവരുടെ ജീവൻ ത്യജിച്ച് നമ്മുടെ ഭാരതത്തിനെ സംരക്ഷിക്കുകയാണല്ലേ. അവരുടെ ജീവൻ അവസാനിക്കുന്ന അവരുടെ അവസാന ശ്വാസത്തിൽ പോലും അവരെന്താ ഭാരതത്തിനെ പറ്റിയാണ്, ഭാരതത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനെ പറ്റിയാണ് അവർ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ ഈ കവിത? നമുക്ക് ഒന്നുകൂടി ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കാം. ए मेरे वतन के लोगों, तुम खूब लगा लो नारा, ये शुभ दिन है हम सबका, लहरा लो तिरंगा प्यारा, पर मत भूलो सीमा पर वीरों ने है प्राण गंवाए, कुछ याद उन्हें भी कर लो जो लौट के घर न आए। ए मेरे वतन के लोगों, ज़रा आँख में भर लो पानी, जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी। जब घायल हुआ हिमालय, खतरे में पड़ी आज़ादी, जब तक थी सांस लड़े वो फिर अपनी लाश बिछा दी। संगीन पे थर कर माथा सो गए अमर बलिदानी, जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी। जब देश में थी दिवाली, वो खेल रहे थे होली, जब हम बैठे थे घरों में वो छेल रहे थे गोली, थे धन्य जवान वो अपने, थी धन्य वो उनकी जवानी, जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी। कोई सिख, कोई जाट मराठा, कोई गुरखा, कोई मद्रासी, सरहद पर मरने वाला हर वीर था भारतवासी, जो खून गिरा पर्वत पर, जो खून था हिंदुस्तानी, जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी। थी खून से लथपथ काया, फिर भी बंदूक उठा के 10-10 को एक ने मारा, फिर गिर गए होश गवा के जब अंत समय आया तो, कह गए कि अब मरते हैं, खुश रखना देश के प्यारों, अब हम तो सफ़र करते हैं। क्या लोग थे वो दीवाने, क्या लोग थे वो अभिमानी, जो शहीद हुए हैं उनकी ज़रा याद करो कुर्बानी। जय हिंद, ജയ് ഹിന്ദ് കി സേന. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒരു ദേശഭക്തി ഗാനം, നമ്മുടെ ദേശത്തിലെ ജനങ്ങളോട് കവി എന്താണ് പറയുന്നത്? നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച സൈനികരെ ഒരിക്കലും മറക്കരുത്. എന്നും അവരെ ഓർക്കുക. അവരാണ് നമ്മുടെ ഭാരതത്തിനെ എന്നെന്നും സംരക്ഷിക്കുന്നത്. അവർ സ്വന്തം ജീവൻ ത്യജിച്ച് നമ്മളിവിടെ സന്തോഷത്തോടു കൂടി ആർഭാടത്തോടു കൂടി ജീവിക്കുമ്പോൾ അവിടെ ഓരോ നിമിഷവും തൻ്റെ നേർക്ക് വരുന്ന വെടിയുണ്ടകളെ ധൈര്യപൂർവ്വം ഏറ്റുവാങ്ങുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായ ഒരു ദേശഭക്തി ഗാനം. ഇന്നത്തേക്ക് ഇത്രയും മതി. ധന്യവാദ്.